പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം. നിരീക്ഷണ ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞത് പുലർച്ചെ 2:58-ന്. കൂടിന് സമീപത്തുകൂടി പുലി നടന്നു പോകുന്നതും വിശ്രമിക്കുന്നതും CCTV ദൃശ്യങ്ങളിൽ. നിരീക്ഷണം കർശനമാക്കി വനം വകുപ്പ്. കൊച്ചി തീരക്കടലിൽ മുങ്ങിയ MSC കപ്പൽ എൽസ 3 ഉയർത്താനുള്ള ദൗത്യം ഇനിയും നീളും. കപ്പൽ പൂർണ്ണമായും കടലിൽ നിന്ന് ഉയർത്തുക എളുപ്പമല്ലെന്ന് കമ്പനി. എണ്ണ നീക്കം ചെയ്യൽ 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കും. കപ്പൽ കടലിനടിയിൽ തുടരുന്നതിൽ ആശങ്കയുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ. ഗൾഫ് രാജ്യങ്ങളെ വീണ്ടും ആക്രമിക്കുമെന്ന നെതന്യാഹുവിന്റെ ഭീഷണി അപകടകരമായ പ്രകോപനമെന്ന് അറബ് ഉച്ചകോടിയുടെ കരട് പ്രമേയം. വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് ഖത്തർ. ലോകരാജ്യങ്ങൾ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണമെന്ന ആവശ്യം. അറബ് ഇസ്ലാമിക് ഉച്ചകോടിക്ക് ദോഹയിൽ തുടക്കം. വഖഫ് നിയമ ഭേദഗതിയിലെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ ഇന്ന് ഇടക്കാല ഉത്തരവ്. കേസ് ചീഫ് ജസ്റ്റിസ് ഗവായിയുടെയും ജസ്റ്റിസ് AG മസീഹിന്റെയും ബെഞ്ചിൽ. പരിഗണിക്കുന്നത് ഹൈദരാബാദ് MP അസദുദ്ദീൻ ഒവൈസി അടക്കമുള്ളവരുടെ ഹർജികൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ച ബീഹാറിൽ ഇന്ന് പ്രധാനമന്ത്രി എത്തും. 36,000 കോടിയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമാകും. പൂർണിയയിൽ റാലിയും പൊതുയോഗവും. കൊൽക്കത്തയിൽ സൈനിക കമാൻഡർമാരുടെ യോഗത്തിലും മോദി പങ്കെടുക്കും. UPI ഇടപാടുകളിലെ പരിഷ്കാരങ്ങൾ ഇന്നു മുതൽ. നികുതി, ഇൻഷുറൻസ്, EMI അടക്കം തെരഞ്ഞെടുത്ത ഇടപാടുകൾക്ക് പരിധി 10 ലക്ഷമാകും. വ്യക്തികൾ തമ്മിൽ കൈമാറ്റം 1 ലക്ഷം തന്നെയായി തുടരും. 5 ലക്ഷം വരെയുള്ള ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ ഒറ്റയടിക്ക് അടയ്ക്കാം. പിച്ചിൽ തലപൊക്കാൻ സമ്മതിക്കാതെ പാകിസ്ഥാൻ നിരയെ തകർത്ത് ഇന്ത്യ. ഏഷ്യാകപ്പിൽ ഇന്ത്യക്ക് മിന്നുന്ന ജയം. സൂര്യനെ പോലെ നയിച്ച് സൂര്യകുമാർ യാദവ്.